ലോസ് ഓഫ് മോഷനിലെ PYQ ആണ്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധാരണ അങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ അറിയണം എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ബ്ലോക്ക് സ്റ്റാർട്ട്സ് മൂവിങ് അപ്പ് ആൻ ഇൻക്ലൈൻ പ്ലെയിൻ ഓഫ് ഇൻക്ലിനേഷൻ 30 degree വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി V0. It comes back to its initial position with the velocity V0/2. ഓക്കെ, അപ്പോൾ അതിൽ ഇതിപ്പോൾ ഇൻക്ലൈൻ പ്ലെയിൻ ആണ്. ഇൻക്ലൈൻ പ്ലെയിനിൽ നിന്ന് നോക്കൂ, മേലോട്ടൊരു ബോഡി അങ്ങ് പുഷ് ചെയ്തു. അപ്പോൾ ഇത് മേലോട്ട് പോയി വെലോസിറ്റി കുറഞ്ഞ് 0 ആവും. തിരിച്ചു വരുമ്പോഴെന്താ വെലോസിറ്റി കൂടി ഇവിടെ എത്തുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടാവും. പക്ഷേ ഈ മേലോട്ട് പോകുമ്പോഴും താഴോട്ട് വരുമ്പോഴും ഫ്രിക്ഷൻ ഉണ്ട്. അത് കാരണം ദർ വിൽ ബി സം ലോസ് ഓഫ് എനർജി. അത് കാരണം സ്പീഡ് കുറയും. ഇനിയിപ്പോഴെന്താണോ തിരിച്ചെത്തുന്ന വെലോസിറ്റി V0/2 ആണ് എന്നാണ് പറഞ്ഞത്, ഡിസിപ്പേറ്റീവ് ഫോഴ്സ് കാരണം. അപ്പം നമ്മൾ വിചാരിക്കുന്നത് V0/n വിചാരിച്ചോ, വേറെ n = 2 ഒരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ടാക്കാം. എന്നിട്ട് പിന്നെ അതിനകത്ത് നിങ്ങൾ n = 2 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് മേലോട്ട് പോകുമ്പോൾ ഈ വെയ്റ്റിൻ്റെ കമ്പോണൻറ്റ് mg/sin⁻, താഴോട്ട് ആക്ട് ചെയ്യും, ഒപ്പോസിസ് ദ മോഷൻ. അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് μmg/cos⁻, അതും എന്താവും, അതെപ്പോഴും ഒപ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒപ്പോസിങ് ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ mg/sin⁻ പ്ലസ് μmg/cos⁻ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് V² = U² - 2as എന്നാണ്. ഓക്കെ, അതിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴെന്താ ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, U² - 2as വരും. അപ്പോൾ U² = 2as എന്ന് വരും. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. U² = 2, പിന്നെ A ഉണ്ട്, S ഉണ്ട്. ആ സ്ലോപ്പിൻ്റെ ലെങ്ത് ആണത്. ഇനി ഇവിടുന്ന് താഴോട്ട് വരുമ്പോഴെന്താണെന്നറിയോ, ഈ mg/sin⁻ ഫേവർ ചെയ്യും, ഫ്രിക്ഷണൽ ഫോഴ്സ് μmg/cos⁻ ഒപ്പോസ് ചെയ്യും. അപ്പം നെറ്റ് ആക്സിലറേറ്റിംഗ് ഫോഴ്സ് പറഞ്ഞാൽ mg/sin⁻ മൈനസ് μmg/cos⁻. അതുപോലെ ആക്സിലറേഷൻ പറഞ്ഞാലോ g × sin⁻ മൈനസ് μ/cos⁻ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വെലോസിറ്റി 0 ആണ്, തിരിച്ചിവിടെ എത്തുമ്പോൾ വെലോസിറ്റി U/n ആണ്. അപ്പോൾ U/n² = 2as എന്ന് വരും, 2as. അതിൽ 2g/sin⁻ മൈനസ് μg/cos⁻ എന്നാണ് വരേണ്ടത്. അപ്പോൾ g/sin⁻ മൈനസ് μg/cos⁻ വരും. ഓക്കെ, അതിൽ 2, അതിൽ g പുറത്തെടുത്തു കഴിഞ്ഞാൽ sin⁻ മൈനസ് μ/cos⁻ വരും. ഓക്കെ, × s. റൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഈ മേലെയുള്ള ഇക്വേഷനെ താഴെയുള്ള ഇക്വേഷൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, മേലെ നോക്കൂ, ഈ 2g ഉണ്ട്, s ഉണ്ട്, കട്ടാവും. sin⁻ പ്ലസ് μ/cos⁻, അല്ലേ, ഡിവൈഡഡ് ബൈ sin⁻ മൈനസ് μ/cos⁻ = n² എന്ന് വരും. ഓക്കെ, ഇവിടെ U² ഉണ്ട്, ഇവിടെ U²/n² മേലെ പോകും. റൈറ്റ്. ഇനി ഇവിടെ നമുക്ക് എന്താ പറയാം, കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ അപ്ലൈ ചെയ്യാം. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ആക്ച്വലി n² പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, n²/1 ആണ്, n²/1. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഈ n²/1നെ ഞാൻ n² ഡിവൈഡഡ് ബൈ 1. ഓക്കെ, n²/1നെ നോക്കൂ, n² - 1 എഴുതി ഇവിടെ അതേപോലെ ചെയ്യുക. അതായത് ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ പറഞ്ഞാൽ sin⁻ മൈനസ് sin⁻ കട്ടാവും. പിന്നെ μ/cos⁻ മൈനസ് μ/cos⁻ എന്താ, 2μ/cos⁻ എന്ന് വരും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ പ്ലസ് μ/cos⁻ മൈനസ് μ/cos⁻ കട്ടാവും. sin⁻ പ്ലസ് sin⁻, 2 sin⁻ ഡിനോമിനേറ്ററിൽ വരും. ഇവിടെയും അതേപോലെ ചെയ്യുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിൽ ഇട്ടു. ഓക്കെ, കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂള് ഇതിന് മുമ്പുള്ള പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് എന്താ, ഈ 2 ഒക്കെ കട്ടായി പോകും, μ അവിടെ നിർത്തുക, sin⁻ അങ്ങോട്ട് പോവുക, cos⁻ അങ്ങോട്ട് പോവുക. ഓക്കെ, അപ്പോൾ n² - 1/n² + 1 tan⁻ എന്ന് വരും. ഓക്കെ, ഇവിടെ n = 2 ആണ്. അപ്പോൾ 2² പറഞ്ഞാൽ 4 - 1 3, അടിയിൽ എത്രയാ, 4 + 1 5, അപ്പോൾ 3/5 വരും. തീറ്റ 30 ഡിഗ്രിയാണ്. അപ്പോൾ tan 30 പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 വരും. അതെങ്ങനെ വരും, നമുക്ക് ഇപ്പോൾ ഇത് 3ഉം √3 കട്ട് ചെയ്താൽ മേലെ √3 വരും, √3/5 വരും. √3യുടെ വാല്യൂ 1.732 ആണ്. 1.732 ഡിവൈഡ് ബൈ 5. മേലെയും താഴെയും നമ്മൾ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഇവിടെ I/1000 എന്നാ, ഈ 5നെ 1000 ആക്കാൻ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും ഇങ്ങനെയാണ്, 346 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റിജർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 346 ആണ്, 346. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പിന്നെ ഇതിപ്പോൾ എന്താ പറയുക, ഇത് ഒരു എന്താ പറയുക സാധാരണ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ ബോഡിയെ നമ്മൾ പുഷ് ചെയ്യാണ്, ഇവിടെ നമ്മൾ പുള്ള് ചെയ്യാണ്, രണ്ടും 30 ഡിഗ്രിയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് കേസിൽ നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇത് എങ്ങനെയാണ് ഫോഴ്സ്. ആ ഫോഴ്സ് എഫിന് 2 കമ്പോണൻ്റ് ആക്കാം, എഫ് കോസ് തീറ്റ ഇങ്ങോട്ട്, എഫ് സൈൻ തീറ്റ ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ കേസിൽ നോർമൽ റിയാക്ഷൻ പറഞ്ഞാൽ എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ വരും. ഇതിനെ നമ്മൾ ഇവിടുന്ന് പുള്ളി ചെയ്യാണ്. അപ്പോൾ എഫ് കോസ് തീറ്റ അങ്ങോട്ട്, എഫ് സൈൻ തീറ്റ ഇങ്ങോട്ടാണ്. അപ്പോൾ അവിടെ നോർമൽ റിയാക്ഷൻ നമുക്ക് എന്താ പറയാം, നോർമൽ റിയാക്ഷൻ N2 പറഞ്ഞാൽ എം ജി മൈനസ് എഫ് സൈൻ തീറ്റ വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നോർമൽ റിയാക്ഷനും ഇവിടുത്തെ നോർമൽ റിയാക്ഷനും ഡിഫറെൻ്റ് ആണ്. അതായത് ഈ പുഷ് ചെയ്യുന്ന സമയത്ത് നോർമൽ റിയാക്ഷൻ കൂടുതലാണ്, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാവും. വി വിൽ ഹാവ് ടു അപ്ലൈ മോർ എഫേർട്ട്, കൂടുതൽ. അതായത് നമ്മൾ ഇറ്റ് ഈസ് ഈസിയർ ടു പുൾ എ ബോഡി. ഓക്കെ, അതായത് നമ്മൾ പുഷ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ആയിക്കോട്ടെ. പിന്നെ ഇവിടുത്തെ ഫ്രിക്ഷൻ നമുക്കിത് ഇങ്ങനെ കിട്ടി 12 ന്യൂട്ടൺ എന്നാണ്. ഇവിടുത്തെ ഫ്രിക്ഷൻ നമുക്ക് എത്ര കിട്ടി, 8 ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, അതിൽ നമുക്ക് എന്താ ചോദ്യം എന്താ, അതിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്സിലറേഷൻസ് ഓഫ് ദി ബ്ലോക്ക് ഇൻ കേസ് ബി ആൻഡ് കേസ് എ വിൽ ബി. അതിൽ നമ്മൾക്ക് ഇവിടെ എന്ത് പറയാം, ഇവിടത്തെ നോക്കൂ, ഇങ്ങോട്ടുള്ള ഫോഴ്സ് എഫ് കോസ് തീറ്റ, അങ്ങോട്ടുള്ള ഫോഴ്സ് എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ്, അത് നമുക്ക് F1 എന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് F1 ആണ്, ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് F2 ആണ്. ഓക്കെ, അങ്ങോട്ട് വലിക്കുന്ന ഫോഴ്സ് എഫ് കോസ് തീറ്റ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ ആക്സിലറേഷൻ പറഞ്ഞാൽ എഫ് കോസ് തീറ്റ മൈനസ് F1 ഡിവൈഡഡ് ബൈ എം, എഫ് കോസ് തീറ്റ മൈനസ് F1 ഡിവൈഡഡ് ബൈ എം. ഇവിടുത്തെ ആക്സിലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് കോസ് തീറ്റ മൈനസ് F2 ഡിവൈഡഡ് ബൈ എം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ സെക്കൻഡ് ആക്സിലറേഷൻ എന്താ മൈനസ് ഫസ്റ്റ് ആക്സിലറേഷനാണ്. അപ്പോൾ ഇവിടെ എഫ് കോസ് തീറ്റ മൈനസ് സ്മോൾ F2 ഡിവൈഡ് ബൈ എം, ഇവിടെ എഫ് കോസ് തീറ്റ മൈനസ് സ്മോൾ F1 ഡിവൈഡ് ബൈ എം. അപ്പോൾ എഫ് കോസ് തീറ്റ ബൈ എം ഇവിടെയുണ്ട്, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കട്ടായി പോകും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇവിടെ വരുന്നത് എന്താ, പിന്നെ ഇവിടെ വരുന്നത് മൈനസ് സ്മോൾ F2 ബൈ എം, ഇവിടെ എന്താ മൈനസ് സ്മോൾ F1 ബൈ എം. അപ്പോൾ മൈനസ് സ്മോൾ F2 ബൈ എം മൈനസ് സ്മോൾ F1 ബൈ എം, അതായത് F1 മൈനസ് F2 ബൈ എം എന്ന് വരും. ആ F1 F2 എന്താ ഫ്രിക്ഷൻ ആണ്, F1 മൈനസ് F2 ഡിവൈഡ് ബൈ എം വരും. ഓക്കെ, അതായത് നമുക്ക് എന്താ പറയുക, അത് അവിടെ എഴുതിയിട്ടുണ്ട്, A2 മൈനസ് A1, എഫ് കോസ് തീറ്റ മൈനസ് മ്യൂ N2 ബൈ എം. ഓക്കെ, എഫ് കോസ് തീറ്റ മൈനസ് മ്യൂ N1 ബൈ എം. ഓക്കെ, ഇവിടെ നോക്കൂ, എഫ് കോസ് തീറ്റ ബൈ എം ഉണ്ട്, ഇവിടെയും എഫ് കോസ് തീറ്റ ബൈ എം ഉണ്ട്, അത് കട്ടായി പോകും. ഓക്കെ, അതിൽ പിന്നെ വരുന്നത് എന്താ, മൈനസ് മ്യൂ ഇങ്ങനെ വരും, മ്യൂ ഇൻറ്റു N1 മൈനസ് N2 ഡിവൈഡ് ബൈ എം. അതിൽ നമുക്ക് എന്താ വരിക, ഈ മ്യൂ N1 പറഞ്ഞു കഴിഞ്ഞാൽ അത് 12 ന്യൂട്ടൺ ആണ്, മ്യൂ N2 പറഞ്ഞാൽ 8 ന്യൂട്ടൺ ആണ്. ഇപ്പോൾ ഡിഫറൻസ് എത്രയാണ്, 4 വരും. പിന്നെ മാസ് എത്രയാണ്, 5 കിലോ വരും. 4/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 0.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, 2 blocks capital A and capital B of masses 1 kilogram and 3 kilogram. Okay, kept on the table as shown. The coefficient of friction between A and B is 0.2 and that between capital B and the surface of the table is 0.2. Maximum force capital F that can be applied on B horizontally so that the block A does not slide over the block B is. അതിലേ നോക്കൂ, ശ്രദ്ധിച്ചോളൂ, ഈ ബ്ലോക്ക് എ ഡസ് നോട്ട് സ്ലൈഡ് ഓവർ ബ്ലോക്ക് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ആ എ എപ്പോഴും ബിയുടെ കൂടെ പോകണം, അതാ അതിൻ്റെ അർത്ഥം. ഡസ് നോട്ട് സ്ലൈഡ്, അതായത് ഒരു സിംഗിൾ ബ്ലോക്ക് പോലെ പോകണം. എ ബിയുടെ മേലെ സ്ലിപ്പ് ചെയ്യാൻ പാടില്ല, അതായത് എക്കും ബിക്കും ഒരേ ആക്സിലറേഷൻ ആവണം എന്നർത്ഥം, അപ്പോഴാണ് ഒരേപോലെ പോവുക. അതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതായത് ഈ ക്യാപിറ്റൽ ബിയെ മാത്രമാണ് നമ്മൾ വലിക്കണത്, മനസ്സിലായില്ലേ, നമ്മൾ വലിക്കണത്. ഇനി ആ എയും ബിയും തമ്മിൽ ഒരു പിടുത്തം, ഗ്രിപ്പില്ല എന്ന് വിചാരിക്കുക. അതായത് ഇഫ് ദർ ഈസ് നോ ഫ്രിക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, അപ്പോൾ നമ്മൾ ഈ ബിയെ വലിച്ചാൽ ബി അങ്ങ് പോവും, അപ്പോൾ എ ഇങ്ങോട്ട് താഴേക്ക് വീഴും, അതാണ് ഉണ്ടാവുക. ഇപ്പോൾ എ ബിയുടെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വലിച്ചിട്ടല്ല, നമ്മൾ ബിയെ മാത്രമേ വലിക്കുന്നുള്ളൂ. പിന്നെ എ കൂടെ പോകുന്ന എയും ബിയും തമ്മിലുള്ള പിടുത്തമാണ്, ഗ്രിപ്പാണ്. അപ്പോൾ ഈ ബി എയെ ഇങ്ങോട്ട് വലിക്കും ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ എ ബിയെ
അങ്ങോട്ട് അല്ലേ, ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാ. അപ്പോൾ ബി എക്സേർട്സ് ഓൺ എ ഫോഴ്സ് ഓൺ എ ഇൻ ദ ഫോർവേഡ് ഡിറക്ഷൻ. അപ്പോൾ എ എക്സേർട്സ് ആൻ ഈക്വൽ റിയാക്ഷൻ ഓൺ ബി ഇൻ ദ ബാക്ക്വേർഡ് ഡിറക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ആ എ മൂവ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ടല്ല, ഫ്രിക്ഷൻ കൊണ്ടാണ്. ഇവിടെ എക്കും ബിക്കും ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന മാക്സിമം ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ എം ജി ആണ്. എം ജി എന്ന് പറഞ്ഞാൽ എന്താ, സി മ്യൂ M1G എന്ന് പറയാം നമുക്ക്, മ്യൂ M1G. അപ്പോൾ മാക്സിമം ഫ്രിക്ഷൻ ക്യാൻ ആക്ട് ഓൺ എ മ്യൂ M1G. അപ്പോൾ മാക്സിമം ആക്സലേഷൻ എന്താ, ഫ്രിക്ഷൻ ആണ് ആക്സലേഷൻ കൊടുക്കുക. മനസ്സിലായില്ലേ? കാരണം എ എന്നുള്ള ബ്ലോക്കിലുണ്ടല്ലോ, ഇപ്പോൾ ബിയെ നമ്മൾ അങ്ങോട്ട് വലിക്കും, അപ്പോൾ ബിയിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ഇങ്ങോട്ടാവും അല്ലേ. ബി അങ്ങോട്ട് വലിക്കുന്നു, അപ്പോൾ ബിയിലെ ഫ്രിക്ഷൻ ഇങ്ങോട്ടാണ്. അത് ആര് കൊടുക്കുന്ന? എ കൊടുക്കുന്ന. അപ്പോൾ തിരിച്ച് ഈ ബി എയിലൊരു ഫ്രിക്ഷൻ കൊടുക്കും, എയിൽ കൊടുക്കുന്ന ഫ്രിക്ഷൻ അങ്ങോട്ടാവും. ഓക്കെ, അപ്പോൾ ഈ എ ബിയുടെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് പോകുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാക്സിമം ഫ്രിക്ഷൻ പറഞ്ഞാൽ മ്യൂ MG. ഓക്കെ, ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ മ്യൂ G. അതാണ് മാക്സിമം ആക്സലറേഷൻ 2 m/s² കിട്ടി. ഓക്കെ, മാക്സിമം അതാണ്. അതിൽ കൂടുതൽ ആക്സിലറേഷനിൽ നമുക്ക് ബിയെ വലിക്കാം, കാരണം ബിയെ നമ്മൾ വലിക്കാം, ഇഷ്ടമുള്ള ആക്സിലറേഷനിൽ വലിക്കാം. പക്ഷേ എക്ക് നമ്മളുടെ കൂടെ വരാൻ കഴിയില്ല. എക്ക് വരാവുന്ന മാക്സിമം ആക്സിലറേഷൻ എത്രയാ? 2 m/s² ആണ്. കാരണം നമ്മൾ വലിക്കല്ല, അത് ഫ്രിക്ഷൻ കാരണം വരണേ. മാക്സിമം ഫ്രിക്ഷൻ എന്താ? മ്യൂ MG. അപ്പോൾ ആക്സിലറേഷൻ എന്താ? മ്യൂ MG ഡിവൈഡ് ബൈ M പറഞ്ഞാൽ മ്യൂ G. ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ എന്താണോ, ഇത് മൊത്തത്തിലൊരു സിസ്റ്റമായിട്ടാണ് മൂവ് ചെയ്യുക, മൊത്തത്തിലൊരു സിസ്റ്റം. ആ സിസ്റ്റത്തിൽ നോക്കൂ, ആ സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ടാവും, പിന്നെന്താ, ഇങ്ങോട്ടൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. അത് എത്ര ഉണ്ടാവും എന്ന് ഞാൻ പറയാം. ഇവിടെ 1 + 3 എത്രയാണ്? 4 കിലോ ഇൻറ്റു G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G 10, അപ്പം 40 ന്യൂട്ടൺ. അപ്പം ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ഇൻറ്റു MG. അതായത് മ്യൂ എത്രയാണ്? 0.2 × 40, അതായത് 8 ന്യൂട്ടൺ ഇങ്ങോട്ട് ഉണ്ടാവും. 8 ന്യൂട്ടൺ. മനസ്സിലാവുണ്ടോ? അങ്ങോട്ട് കൊടുക്കുന്നത് ക്യാപിറ്റൽ എഫും. അപ്പോൾ റിസൾട്ടൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F-8 ഈക്വൽ ടു മാസ് എത്രയാണ്? 3 + 1 എന്ന് പറഞ്ഞാൽ 4 കിലോഗ്രാം. ആക്സലേഷൻ എത്രയാണ്? 2. എന്താ മാക്സിമം ആക്സലേഷൻ 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ക്യാപിറ്റൽ F = 16 ന്യൂട്ടൺ എന്ന് വരും. 16 ന്യൂട്ടൺ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എ ബ്ലോക്ക് കെപ്റ്റ് ഓൺ എ റഫ് ഇൻക്ലൈൻ പ്ലെയിൻ ആസ് ഷോൺ ഇൻ ഫിഗർ റിമെയിൻസ് അറ്റ് റെസ്റ്റ് അപ് ടു എ മാക്സിമം ഫോഴ്സ് ഓഫ് 2 ന്യൂട്ടൺ ഡൗൺ ദ ഇൻക്ലൈൻ പ്ലെയിൻ. നമ്മൾ നോക്കൂ, ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, 2 ന്യൂട്ടണിൽ താഴേക്ക് പിടിച്ച് വലിച്ചാലും അത് റെസ്റ്റിലാണ്. ഈ താഴേക്ക് വലിക്കുമ്പോഴേ അതിന് താഴോട്ട് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി. അപ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടാവും? ഫ്രിക്ഷൻ മേലേക്ക്. വെയ്റ്റിൻ്റെ കമ്പോണൻ്റ് അപ്പം ഉള്ളത് മ്യൂ MG cos θ മേലോട്ട്, വെയ്റ്റിൻ്റെ കമ്പോണൻ്റ് എന്താ? MG sin θ, അത് താഴേക്ക്. അപ്പോൾ റിസൾട്ടൻ്റ് അപ്വേർഡ് ഫോഴ്സ് എന്താ? മ്യൂ MG cos θ മൈനസ് MG sin θ. അതിനെയാണ് മേലോട്ടുള്ള ഫോഴ്സിനെയാണ് ഈ 2 ന്യൂട്ടൺ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, MG നമ്മൾ പുറത്തെടുത്താൽ മ്യൂ cos θ മൈനസ് sin θ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ. ഇനി നോക്കൂ, നമ്മൾ 10 ന്യൂട്ടൺ മേലോട്ട് കൊടുത്താലും ഇത് അനങ്ങാണ്ട് നിൽക്കും, ഇക്വിലിബ്രിയത്തിലാണ്. എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള റിസൾട്ടൻ ഫോഴ്സ് ഈസ് ബാലൻസ്ഡ് ബൈ 10 ന്യൂട്ടൺ. ഇത് നമ്മൾ മേലോട്ട് വലിക്കുക. ഓക്കെ, അപ്പം ഇത് താഴോട്ട് വരുമ്പോൾ MG sin θ. ഓക്കെ, പിന്നെയോ MG sin θ നമ്മൾ എന്താ താഴോട്ട് ആക്ട് ചെയ്യും. ഇനി നമ്മൾ മേലോട്ട് വലിക്കുമ്പോൾ ഇതിന് മേലോട്ട് പോവാനാണ് ടെൻഡൻസി. അപ്പോഴെന്താ? ഫ്രിക്ഷണൽ ഫോഴ്സും താഴോട്ട് ആക്ട് ചെയ്യും. നമ്മളിതിനെ മേലോട്ട് വലിക്കുമ്പോൾ മേലോട്ടല്ലേ ടെൻഡൻസി മൂവ് ചെയ്യാൻ, അപ്പോൾ ഫ്രിക്ഷൻ താഴോട്ട്, വെയ്റ്റിൻ്റെ കമ്പോണൻറ്റും താഴോട്ട്. അപ്പോൾ റിസൾട്ടൻ ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ MG × മ്യൂ cos θ + sin θ. എങ്ങോട്ട്? താഴേക്കുള്ള റിസൾട്ടൻ ഫോഴ്സ്. അതിനെയാണ് ഈ 10 ന്യൂട്ടൺ ബാലൻസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 10. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10/2 പറഞ്ഞാൽ 5 റൈറ്റ് സൈഡിൽ വരും, ലെഫ്റ്റ് സൈഡിൽ MG കട്ടാവും. മ്യൂ cos θ + sin θ ഡിവൈഡ് ബൈ മ്യൂ cos θ മൈനസ് sin θ. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ. ഈ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂള് എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് എഞ്ചിനീയർ ആവാൻ അത് മാത്രം മതി, അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ് കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊന്നും ഞാൻ കയ്യിൽ നിന്ന് ഇടുന്ന ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്.
മനസ്സിലായില്ലേ? അപ്പോൾ നോക്കൂ, ഇങ്ങനെ വന്നു. ഇവിടെ നമ്മൾ എന്താ ഈ കമ്പോണൻറ്റും ഡിവിഡൻറ്റും റൂൾ ആക്ച്വലി എന്താണെന്നറിയോ? ഇപ്പോൾ എ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ വിചാരിച്ചു. അപ്പോൾ നമ്മളെന്താ എ മൈനസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി ഈക്വൽ ടു എം മൈനസ് എൻ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. മനസ്സിലാവുണ്ടോ? മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ നോക്കണം. അത് ഇഫ് എ ബൈ ബി ഈക്വൽ ടു എം ബൈ എൻ അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ആണെന്ന്. മനസ്സിലായില്ലേ? ഇത് തിരിച്ചു എഴുതാം. എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഈക്വൽ ടു എം പ്ലസ് എൻ ഡിവൈഡ് ബൈ എം മൈനസ് എൻ എഴുതാം. അല്ലെങ്കിൽ എ ബൈ എ പ്ലസ് ബി ഈക്വൽ ടു എം ബൈ എം പ്ലസ് എൻ വരും. ഓക്കെ, അല്ലെങ്കിൽ ബി ബൈ എ മൈനസ് ബി ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ എന്താ എം മൈനസ് എ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്താ ചെയ്യുന്നത് അത് റൈറ്റ് സൈഡിലും ചെയ്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. റേഷ്യോ ആവണം. റൈറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മ്യൂ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 2 മ്യൂ കോസ് തീറ്റ അത് മേലിട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ ആഡ് ചെയ്യുക 5+1. ഇനി ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ, അപ്പോൾ മ്യൂ കോസ് തീറ്റ സബ്ട്രാക്ട് ചെയ്ത് പോകും. സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ 2 സൈൻ തീറ്റ ഡിനോമിനേറ്ററിൽ. ഇവിടെ നമ്മൾ അതേ ചെയ്യുക. 5 - 1 ഡിനോമിനേറ്ററിൽ. 5+1 പറഞ്ഞാൽ 6 ആണ്. 5 - 1 പറഞ്ഞാൽ 4 ആണ്. 6/4 പറഞ്ഞാൽ 3/2 ആണ്. ഓക്കെ, 2 കട്ട് ചെയ്യാം. ഓക്കെ, സൈൻ തീറ്റ അങ്ങോട്ട് പോകുമ്പോൾ മേലെ വരും, കോസ് തീറ്റ അങ്ങോട്ട് പോകുമ്പോൾ താഴെ വരും. അതായത് ടാൻ തീറ്റ റൈറ്റ് സൈഡിൽ വരും. അപ്പം മ്യൂ ഈക്വൽ ടു 3/2 ടാൻ തീറ്റ. തീറ്റ 30 ഡിഗ്രി എന്നാ. അപ്പം ടാൻ 30 പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 ആണ്. ഓക്കെ, അപ്പോൾ 3 × 1/√3 പറഞ്ഞാൽ √3. അപ്പോൾ √3/2 വരും. √3 ഡിവൈഡഡ് ബൈ 2. ഇതേ ആദ്യമേ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റാ. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. എന്താ, 2 masses M1 5 kg and M2 10 kg connected by an inextensible string over a frictionless pulley are moving as shown. The coefficient of friction of the horizontal surface is 0.15. Okay, the minimum weight that should be put on top of M2 so that to stop the motion. അതിൽ നോക്കൂ, ഇവിടെ എന്താണെന്നറിയോ, നിങ്ങൾ ഈ കണക്റ്റഡ് ബോഡീസിൽ നിങ്ങൾ നോക്കേണ്ടത് സി വാട്ട് കോസസ് ദ മോഷൻ, എന്തുകൊണ്ടാണ് മൂവ് ചെയ്യണത്. ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ സാധനം തൂക്കിയിട്ടുണ്ട്, അതവിടെ തൂങ്ങി കിടക്കുന്നില്ലെങ്കിൽ ഈ സിസ്റ്റം മൂവ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഇതിവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്കിൻ്റെ വെയിറ്റ്, ദാറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് കോസസ് ദ മോഷൻ. അതിനെ നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നാണ് പറയുക. ഡ്രൈവിംഗ് ഫോഴ്സ് പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ വെയിറ്റ് M1G. അതിന് ഒപ്പോസ് ചെയ്യാറാ, അതിന് ഒപ്പോസ് ചെയ്ത് ഇവിടുത്തെ ഫ്രിക്ഷനാണ് ഒപ്പോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഫ്രിക്ഷൻ ഇവിടെ മാക്സിമം ആക്ട് ചെയ്യുന്നത് എന്താ? മാക്സിമം ആക്ട് ചെയ്യുന്നത് മ്യൂ ഇൻറ്റു എന്താ M2 + M × G ആ. ഇവിടെ ആക്ട് ചെയ്യുന്ന മ്യൂ ഇൻറ്റു M2 + M × G ഉണ്ടല്ലോ, അത് 20 ന്യൂട്ടൺ വിചാരിച്ചോ. 20 ന്യൂട്ടൺ എന്ന് വിചാരിക്കും ഇവിടെ. അപ്പോൾ ഇവിടെ ഹാങ് ചെയ്ത ഈ വെയിറ്റ് 10 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ 20 ആക്ട് ചെയ്യൂല. ഇവിടെ 20 ആക്ട് ചെയ്താൽ മൊത്തം അങ്ങോട്ട് പോകുമല്ലോ. ഇല്ല, ഇവിടെ 10 ആണ്. ഇങ്ങോട്ട് വലിക്കുന്നത് 10 ആണെങ്കിൽ ഇവിടെ 10 ഉണ്ടാവും. ഇങ്ങോട്ട് നമ്മൾ വലിക്കുന്നത് 15 ആണെങ്കിലും അങ്ങോട്ട് 15 ഉണ്ടാവും. മനസ്സിലായില്ല? ഇങ്ങോട്ട് 20 ആണെങ്കിലേ അങ്ങോട്ട് 20 ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? മാക്സിമം വാല്യൂ 20 ആണെങ്കിൽ ഇനി ഇങ്ങോട്ട് 21 എടുത്തു കഴിഞ്ഞാൽ എന്താ, അങ്ങോട്ട് 20 ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ഇത് മൂവ് ചെയ്യുക. മനസ്സിലായില്ല? അതായത് ഇവിടുത്തെ മാക്സിമം ഫ്രിക്ഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് വൺ. മനസ്സിലായില്ലേ? അപ്പോൾ അവിടുത്തെ ഇതേ മ്യൂ ഇൻറ്റു M2 + M × G ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M1G. റൈറ്റ്, അതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, G രണ്ട് സൈഡിൽ നിന്ന് നിങ്ങൾ കട്ട് ചെയ്തോളൂ. അപ്പോൾ M2 + M ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M1/μ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ M ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M1/μ മൈനസ് M2. അതിൽ M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 kg ആണ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.15 ആണ്. ഓക്കെ, അപ്പോൾ 5/0.15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500/50 എന്ന് വരും. അതായത് 100/3 എന്ന് വരും. 33.333 വരും. -10 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 23.333. അപ്പോൾ M ഷുഡ് ബി, നമുക്ക് കിട്ടിയത് എന്താണെന്നോ, അതെ ഇതാ M ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 23.3 എന്നാണ്. മാത്സിലെ ഇനീക്വാളിറ്റി ആണത്. ഈ M ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ M 23.3യേക്കാൾ കൂടുതലാവാം, ഈക്വൽ ആവാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുറയാൻ പാടില്ല എന്നാ. ക്യാൻ നെവർ ബി ലെസ് ദാൻ 23.3. ക്യാൻ നെവർ ബി ലെസ് ദാൻ 23.3 എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വാല്യൂ ആണ് 23.3. അതിനേക്കാൾ കുറയാൻ പാടില്ല. അപ്പോൾ 23.3 ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. എ ബോഡി ഓഫ് മാസ് 2 kg സ്ലൈഡ്സ് ഡൗൺ with an acceleration of 3 m/s² on a rough inclined plane having slope 30 degree. External force required to take the same body up the plane with the same acceleration will be. Okay, അതിൽ
ഇവിടെ നമുക്ക് എന്ത് പറയാം, സി താഴോട്ട് വെൻ ഇറ്റ് സ്ലൈഡ്സ് ഡൗൺ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള ഫോഴ്സ് mg sin θ മൈനസ് മേലേക്കുള്ള mu mg cos θ ദാറ്റ് ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ഫോഴ്സ് ഈക്വൽ ടു ma. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ മേലോട്ട് വലിക്കുമ്പോൾ mg sin θ താഴോട്ടാ, mu mg cos θ എന്നുള്ള ഫ്രിക്ഷനും താഴേക്കാ. mg sin θ വെയിറ്റിന്റെ കമ്പോണന്റാ, വെയിറ്റ് എപ്പോഴും താഴേക്കാ, അതുകൊണ്ട് mg sin θ താഴേക്കാ. mu mg cos θ ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ മേലോട്ട് വലിക്കുകയാണ് ഒരു ഫോഴ്സ് കൊടുത്തിട്ട്. ഓക്കെ, അങ്ങനെ മേലോട്ട് നമ്മൾ വലിക്കുന്ന സമയത്ത് ഇതാണ് മേലോട്ട് വലിക്കുന്ന കേസ്. ഇവിടെ കണ്ട ഇതാണ് മേലോട്ട് വലിക്കുന്ന കേസ്. ഇവിടെ ആരോ ഇട്ടിട്ടുണ്ട് മേലോട്ട്. ഇത് താഴോട്ട് സ്ലൈഡ് ചെയ്യുന്ന കേസാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്, ഇതാണ് സെക്കൻഡ് കേസ്. ഓക്കെ, അപ്പോൾ എഫ് മേലോട്ട് നമ്മൾ വലിക്കുമ്പോൾ താഴോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റിന്റെ കമ്പോണന്റും ഉണ്ട്, ഫ്രിക്ഷനും ഉണ്ട്. അപ്പോൾ വെയിറ്റിന്റെ കമ്പോണന്റ് mg sin θ പ്ലസ് ഫ്രിക്ഷൻ എത്രയാ, mu mg cos θ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ma എന്ന് വരും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ മൈനസ് mg mu cos θ, ഇവിടെയും മൈനസ് mg mu cos θ, അത് കട്ടായി പോകും. പിന്നെ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ 0 വരും. പിന്നെ mg sin θ മൈനസ് mg sin θ മൈനസ് mg sin θ മൈനസ് 2mg sin θ വരും. അപ്പോൾ f മൈനസ് 2mg sin θ 0, അപ്പോൾ f ഈക്വൽ ടു 2mg sin θ എന്ന് വരും. അതിന് തീറ്റ 30 ഡിഗ്രിയാ, അപ്പോൾ സൈൻ തീറ്റയ്ക്ക് പകരം സൈൻ 30 പറഞ്ഞാൽ 1/2 × 2 എത്രയാ, 1 വരും. അപ്പോൾ mg എന്ന് വരും. ഓക്കെ, mg മാസ് എത്രയാ, 2 കിലോ ആണ്. ഓക്കെ, അപ്പോൾ mg എന്ന് പറഞ്ഞാൽ 2 × 10, അപ്പോൾ എത്രയാ, 20 ന്യൂട്ടൺ വരും. A rocket is fired vertically from the earth with an acceleration of 2g, where g is the acceleration due to gravity on an inclined plane inside the rocket, making an angle theta with the horizontal. A point object of mass m is kept the minimum coefficient of friction between the mass and the inclined surface of the mass, so that the mass does not move. ഇവിടെ എന്താ സംഭവം എന്നറിയോ, ഒരു റോക്കറ്റ് മേലോട്ട് പോകുന്നത് ആക്സിലറേഷനിലാണ്, 2g ആക്സിലറേഷനിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ലോപ്പ് ഉണ്ട്, ഇങ്ങനെ ഇൻക്ലൈൻ സർഫസ് ഉണ്ട്, അതിൻ്റെ മേലെ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ബ്ലോക്ക് അവിടെ അനങ്ങാണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റോക്കറ്റ് തന്നെ പോകുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ബോഡീസും പോകുന്നുണ്ട്. അതായത് ഈ ഒബ്ജക്റ്റിനും മോഷനിലാണ് ഒബ്ജക്റ്റ്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ്, ആ റോക്കറ്റിന് അകത്തുള്ള ആൾക്കാർ ഈ ഒബ്ജക്റ്റ് നോക്കുമ്പോഴെന്താ അനങ്ങാണ്ടിരിക്കുക. സോ ദാറ്റ് ബ്ലോക്ക് ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ്. അപ്പോൾ അവിടെ റോക്കറ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ ഈ ബ്ലോക്ക് റെസ്റ്റിലാണ്. ഈ എർത്ത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ ഈ ബ്ലോക്ക് മോഷനിലാണ്. ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് കേട്ടിട്ട് നിങ്ങൾ ഭയപ്പെടണ്ട. അതായത് ഇപ്പോൾ ഒരു ട്രെയിനിനകത്ത് ഇപ്പോൾ 2 ആൾക്കാരുണ്ട്, 2 പാസഞ്ചേഴ്സ്. പുറത്ത് സ്റ്റേഷനിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ഈ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെയിനകത്തുള്ള 2 ആൾക്കാർ എയും ബിയും ആണ് വിചാരിക്കുക. അപ്പോൾ ബി ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എ, ഹിസ് കോ പാസഞ്ചർ. മനസ്സിലാവുണ്ടോ? ബട്ട് ബി ഈസ് ഇൻ മോഷൻ വിത്ത് റെസ്പെക്ട് ടു എ പേഴ്സൺ ഔട്ട്സൈഡ് ദ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ എ ബിയെ നോക്കുമ്പോൾ ബി റെസ്റ്റിലാണ്. അപ്പോൾ എ ആണ് ഫ്രെയിം ഓഫ് റെഫറൻസ്, മനസ്സിലായില്ല? അല്ലെങ്കിൽ ട്രെയിൻ ആണ് ഫ്രെയിം ഓഫ് റെഫറൻസ്, അല്ലെങ്കിൽ എ ആണ് വിത്ത് റെസ്പെക്ട് ടു എന്താണ്, അതാണ് നമ്മൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ് ഈ ബോഡി റെസ്റ്റിലാണ്, വിത്ത് റെസ്പെക്ട് ടു എർത്ത് ബോഡി മോഷനിലാണ്. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ ഇഫ് യു ഒബ്സർവ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്, അതായത് വിത്ത് റെസ്പെക്ട് ടു എന്താണ്, ഇപ്പോൾ മോഷൻ ഓഫ് എ കാർ വിത്ത് റെസ്പെക്ട് ടു എ ബസ് റെഫറൻസ് ആയിട്ട് എടുത്ത ഒരു കാറിൻ്റെ മോഷൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണമെന്നറിയോ, ഈ ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന ആൾ ബസ്സിലായിരിക്കണത്, ആ ബസ്സിലിരിക്കുന്ന ആൾ കാറിന് നോക്കുകയാണെങ്കിൽ അയാൾ എന്താണ് കാണുക, മനസ്സിലായില്ല? അയാൾക്ക് എന്താണ് ഫീൽ ചെയ്യുക എന്നറിയാൻ ഈ ഒബ്സർവ് ചെയ്യുന്ന ആളുടെ ആക്സിലറേഷൻ ഒബ്സർവ് ചെയ്യപ്പെടുന്ന ബോഡിക്ക് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കൊടുക്കണം എന്നാണ്. ദി ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് ടു ബി ഗിവൺ ടു ദ ബോഡി ബീയിങ് ഒബ്സർവ്ഡ് ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഇപ്പം ഞാൻ ഒരാളെ നോക്കുകയാണ്, അപ്പോൾ എനിക്ക് അയാളിപ്പോൾ ചില സമയത്ത് അയാൾ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ അയാൾ റെസ്റ്റിലായിട്ട് തോന്നും, അല്ലെങ്കിൽ ആക്സലറേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. എനിക്ക് എന്താണ് തോന്നുന്നത് എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കുന്ന ഒബ്സർവ് ചെയ്യപ്പെടുന്ന ബോഡി ഉണ്ടല്ലോ അതിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കൊടുക്കണമെന്ന്. ഓക്കെ, ആയിക്കോട്ടെ. ഇനി ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇപ്പം ഈ ബ്ലോക്ക് അത് ഒബ്സർവ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റാണ്. അതിന് ആക്സലേഷൻ ഉണ്ട്, എത്ര ഉണ്ട്? 2g ആക്സലേഷൻ ഉണ്ട്. എങ്ങോട്ട്? മേലോട്ട്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ആക്സലേഷൻ താഴോട്ട് കൊടുക്കണം. ദാ m×2g റോക്കറ്റ് മേലോട്ടാണ്, ആ ആക്സലേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ബോഡിക്ക് താഴോട്ട് കൊടുക്കണം. ബിക്കോസ് ബോഡി ഈസ് ഒബ്സർവ്ഡ് വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് m×2g എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സിനെ നമ്മൾ പറയുക സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇനാർഷ്യൽ ഫോഴ്സ് എന്ന് പറയാം. സ്യൂഡോ ഫോഴ്സ് ഓർ ഇനാർഷ്യൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ് എന്താണോ അത് കിട്ടും. വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ് റെസ്റ്റിലാണ്, അത് കിട്ടണം. വാട്ട് ആർ ദ അതർ ഫോഴ്സസ് ആക്ടിങ്? ബോഡിയുടെ വെയിറ്റ് mg ആക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ, ബോഡിയുടെ വെയിറ്റ് mg ആക്ട് ചെയ്യും. അതിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഇവിടെ ദിസ് ഈസ് എന്താ m×2g. ഓക്കെ, പിന്നെന്താ ഇത് നമുക്ക് m×g. ഓക്കെ, m×g വെയിറ്റ്, കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുന്നതെന്നറിയോ, ഇനി നമുക്ക് വെയിറ്റ് ഉണ്ട്, പിന്നെന്താ ഇനർഷ്യൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെ ആക്ട് ചെയ്യുക, പിന്നെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, പിന്നെ ദേ ഇങ്ങോട്ട് ഫ്രിക്ഷനും ഉണ്ട്. ഓക്കെ, ദാറ്റ് ബോഡി മസ്റ്റ് ബി ഇൻ ഇക്വിലിബ്രിയം അണ്ടർ ദ ആക്ഷൻ ഓഫ് ദീസ് 3 ഫോഴ്സസ്. മൊത്തം ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് 3mg, അത് 3mg. പിന്നെ മ്യൂവിൻ്റെ നോർമൽ റിയാക്ഷൻ ഫ്രിക്ഷൻ, പിന്നെ നോർമൽ റിയാക്ഷൻ ഇങ്ങനെ 3 ഫോഴ്സ് കൂടെ വരച്ചപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു, ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, അതിൽ ഈ ആംഗിൾ അവർ തീറ്റയാ, ദാ ഇത് തീറ്റയാ, ദിസ് വൺ ഈസ് തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇത് തീറ്റ, അതെങ്ങനെ കിട്ടി കേട്ടോളൂ. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ഈസ് തീറ്റ, then the angle between their perpendiculars is also theta എന്നാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഹൊറിസോണ്ടൽ ഉണ്ട്, ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്, അതിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റയാ. ആ ഹൊറിസോണ്ടലിൻ്റെ പെർപെൻഡിക്കുലർ ആണ് ഈ വെർട്ടിക്കൽ ദിസ് വൺ വെർട്ടിക്കൽ. അതുപോലെ ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ ആണ് ഈ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്ന ലൈൻ. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റയാവും. If the angle between 2 lines is theta, then the angle between their perpendiculars is also theta. Horizontal inclined plane. Inclined plane inde perpendicular ആണ് ഈ normal reaction act ചെയ്യുന്ന ലൈൻ. Horizontal ന്റെ perpendicular ആണ് ഈ vertical line. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ tan തീറ്റ കണ്ടാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, μn divided by n, അതായത് mu എന്ന് വരും. ദാറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ടു tan തീറ്റ. ഇനി നോക്കൂ, എ ബോഡി ഓഫ് മാസ് 1 kilogram rests on a horizontal floor with which it has a coefficient of static friction 1/√3. It is desired to make the body move by applying the minimum possible force F Newton. ഓക്കെ, ഇവിടെ ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫസ് ഉണ്ട്, അവിടെ ഒരു ബോഡി ഇരിക്കുന്നുണ്ട്. മിനിമം ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. അപ്പോൾ ഇതിനകത്ത് മൂവ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ വലിച്ചു കൊണ്ടുപോവാം അല്ലെങ്കിൽ തള്ളിക്കൊണ്ടുപോവാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മിനിമം ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് ദ ബോഡി എന്നാ. ഓക്കെ, ഇനി അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം, അതേ പറഞ്ഞിട്ടുള്ളൂ അവർ, അല്ലേ? എന്താ, ഇറ്റ് ഈസ് ഡിസൈഡ് ടു മൂവ് ദ ബോഡി, മേക്ക് ദ ബോഡി മൂവ് ബൈ അപ്ലൈയിങ് ദ മിനിമം പോസിബിൾ ഫോഴ്സ്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞു പുള്ളിങ് ഈസ് ഈസിയർ ദാൻ പുഷിങ്. പുള്ളിങ് ആണ് എപ്പോഴും പുഷിങ്ങിനേക്കാൾ ഈസി ആയിട്ടുള്ളത്, അതായത് കുറച്ച് ഫോഴ്സ് കൊടുക്കേണ്ടി വരും അപ്പോഴാണ്. ഇനി ഇവിടെ നോക്കൂ, അപ്പം ഞാനിത് ഇങ്ങനെ വലിക്കുക, എഫ് ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് അപ്ലൈഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. എഫിന് നമുക്ക് 2 കമ്പോണൻ്റ് ആക്കാം, എഫ് സൈൻ തീറ്റ, എഫ് കോസ് തീറ്റ. അപ്പോൾ ഈ എഫ് കോസ് തീറ്റയാണ് ഇതിനെ വലിച്ചുകൊണ്ട് പോവുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ നോക്കൂ, പിന്നെ നോർമൽ റിയാക്ഷൻ ഉണ്ട്, വെയിറ്റ് mg ഉണ്ട്. മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോർമൽ റിയാക്ഷൻ പ്ലസ് എഫ് സൈൻ തീറ്റ ഈക്വൽ ടു താഴേക്കുള്ള mg. കാര്യം എന്താ, ഇത് ഇങ്ങനെ പോവില്ലല്ലോ, ഇതിങ്ങനെയല്ലേ മൂവ് ചെയ്യുക. അപ്പോൾ ഈ ഡിറക്ഷനിൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ താഴേക്കുള്ള mg ഈക്വൽ ടു മേലോട്ടുള്ള n പ്ലസ് എഫ് സൈൻ തീറ്റ. അപ്പോൾ n എന്താ വരിക, mg മൈനസ് എഫ് സൈൻ തീറ്റ. ഓക്കെ, mg മൈനസ് എഫ് സൈൻ തീറ്റ. ഇനി എഫ് കോസ് തീറ്റ, എഫ് കോസ് തീറ്റ ഇങ്ങോട്ട് വലിക്കുന്നത്, അങ്ങോട്ടുള്ളത് ഫ്രിക്ഷൻ ആണ്, മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഇത് മൂവ് ചെയ്യണമെങ്കിൽ എഫ് കോസ് തീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ മൂവ് ചെയ്യാൻ. അപ്പോൾ മിനിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താവും, ആ ഈക്വൽ ടു എന്നുള്ള കേസാവും. മനസ്സിലായി? മൂവ് ചെയ്യാൻ വേണ്ട മിനിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്നുള്ള കേസാവും. അതായത് എഫ് കോസ് തീറ്റ ഈക്വൽ ടു മ്യൂ ഇൻറ്റു mg മൈനസ് എഫ് സൈൻ തീറ്റ. ഓക്കെ, അതിൽ ഇവിടെ നോക്കൂ, ഈ മൈനസ് മ്യൂ എഫ് സൈൻ തീറ്റ, ഇതിൽ രണ്ടാമത്തെ ടേം മൈനസ് മ്യൂ എഫ് സൈൻ തീറ്റ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് മ്യൂ എഫ് സൈൻ തീറ്റ ആവും. എഫ് കോസ് തീറ്റ പ്ലസ് മ്യൂ എഫ് സൈൻ തീറ്റ, അതിൽ എഫ് കോമൺ പുറത്തെടുത്തു, ബാക്കി എന്താ വരിക, കോസ് തീറ്റ പ്ലസ് മ്യൂ സൈൻ തീറ്റ ഈക്വൽ ടു മ്യൂ mg എന്ന് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അവിടെ ഫോഴ്സ് എഫ് ഈക്വൽ ടു മ്യൂ mg ഡിവൈഡ് ബൈ കോസ് തീറ്റ പ്ലസ് മ്യൂ സൈൻ തീറ്റ. ആ ബോഡിയെ വലിച്ചു കൊണ്ടുപോവാൻ, പുള്ളി ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് ഇതാണ്. ഇൻ കേസ് ഓഫ് പുള്ളിങ്, ദിസ് ഈസ് ദ ഫോഴ്സ് ടു ബി അപ്ലൈഡ് ഇൻ കേസ് ഓഫ് പുള്ളിങ്.
ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇവിടെ നമ്മൾ ഇങ്ങനെ വലിക്കുന്നതിന് പകരം നോക്കൂ, ഈ ആരോ ഇങ്ങനെയാണ് വിചാരിച്ചോളൂ, ഇങ്ങനെ ഇങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ നോക്കൂ എഫ് ഇങ്ങനെ, അപ്പോൾ അതിൽ നമുക്ക് എന്താ വരിക, എഫ് കോസ് തീറ്റ അങ്ങോട്ട് ഉണ്ടാവും, ഫ്രിക്ഷൻ അപ്പം ഇങ്ങോട്ടാവും, അത് പ്രശ്നമില്ല. എഫ് കോസ് തീറ്റ അങ്ങോട്ട്, ഫ്രിക്ഷൻ ഇങ്ങോട്ട്. ഇനി നോക്കൂ, ആ എഫ് സൈൻ തീറ്റ മേലേക്കല്ല, എഫ് സൈൻ തീറ്റ ഇങ്ങോട്ട് ഉണ്ടാവും. അപ്പോൾ എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ ഈക്വൾ ടു എന്ന് വരും. എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ ഈക്വൾ ടു എന്ന്, എം ജി മൈനസ് അല്ല. അതായത് എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ വരും. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് മ്യൂ സൈൻ തീറ്റ എന്ന് വരും. അതായത് ഇവിടെ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ. എവിടെ? പുഷിങ്ങിൻ്റെ കേസിൽ. പുഷിങ്ങിൻ്റെ കേസിൽ ഡിനോമിനേറ്റർ എന്താ? കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ. പുഷിങ്ങിൻ്റെ കേസിൽ ഡിനോമിനേറ്റർ കുറവ്, അപ്പോൾ ഫോഴ്സ് കൂടുതലാവും. പുള്ളിങ്ങിൻ്റെ കേസിലാണ് ഇത്. നോക്കൂ, കോസ് തീറ്റ പ്ലസ് മ്യൂ സൈൻ തീറ്റയാണ് ഡിനോമിനേറ്ററിൽ. അത് ഡിനോമിനേറ്റർ കൂടുതലാണ്, ഫോഴ്സ് കുറവാണ്. അപ്പോൾ ഫോഴ്സ് കുറവാണ് ഇവിടെ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് പറയാം, ഇവിടെ ഫോഴ്സ് കുറവാണ്. ഇനി അടുത്തത് ഞാൻ പറയാം, നോക്കാം നമുക്ക്. ഇവിടെ തീറ്റ ആംഗിളിൽ വലിക്കുമ്പോൾ നമ്മൾ ഇത്രയും ഫോഴ്സ് കൊടുക്കണം. വലിക്കുകയാണ് വേണ്ടത്, വലിച്ചുകൊണ്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോർ മിനിമം എഫേർട്ട് അറ്റ് വാട്ട് ആംഗിൾ ദ ബോഡി ഷുഡ് ബി പുൾഡ്, എത്ര ആംഗിളിൽ വലിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ എന്താണോ, ദിസ് എഫ് ക്യാൻ ബി ഫർദർ മിനിമൈസ്ഡ് ബൈ വേരിയിങ് തീറ്റ. അപ്പോൾ അടുത്ത ചോദ്യം എന്താണോ, ഫോർ വാട്ട് വാല്യൂ ഓഫ് തീറ്റ എന്താ ഫോഴ്സ് വിൽ ബി മിനിമം എന്നാ. മനസ്സിലാവില്ലേ? അതിൽ അപ്പോൾ ഇവിടെ എന്താ, നമുക്ക് ഈ ഡിനോമിനേറ്റർ നമ്മൾ മാക്സിമൈസ് ചെയ്യണം. ഈ മ്യൂ എം ജി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ വേരി ഫോഴ്സ് ബൈ വേരിയിങ് തീറ്റ. അപ്പോൾ ചോദ്യം, ഫോർ വാട്ട് വാല്യൂ ഓഫ് തീറ്റ എഫ് വിൽ ബി മിനിമം ഓർ ഡിനോമിനേറ്റർ വിൽ ബി മാക്സിമം. മനസ്സിലല്ലേ? നിങ്ങൾക്ക് അതിന് എന്താ പറയുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ട്രിഗണോമെട്രിയിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും, മാക്സിമം വാല്യൂ ഓഫ് എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ എന്താ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, എന്താ 1 കോസ് തീറ്റ പ്ലസ് മ്യൂ സൈൻ തീറ്റ, അതിൻ്റെ മാക്സിമം വാല്യൂ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഒരു ബോഡിയെ റഫ് ഹൊറിസോണ്ടൽ സർഫസിൽ മൂവ് ചെയ്യാൻ വേണ്ട ലീസ്റ്റ് മിനിമം ഇതാണ് മ്യൂ എം ജി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ പ്ലസ് 1. ഇവിടെ ആ മ്യൂ 1/√3 തന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ 1/√3 എം ജി, ഡിനോമിനേറ്ററിൽ 1/√3ൻ്റെ സ്ക്വയർ 1/3 പ്ലസ് 1 4/3, അത് 2/√3 വരും. 1/√3 ബൈ 2/√3, അത് കട്ടായി പോയി കഴിഞ്ഞാൽ ഇൻ ദ ഡിനോമിനേറ്റർ 2 വരും. അപ്പോൾ എം ജി ബൈ 2, മാസ് 1 കിലോഗ്രാമാണ്. അപ്പോൾ എന്താ 1 × 10 എത്രയാ, 10 ഡിവൈഡ് ബൈ 2 പറഞ്ഞാൽ 5. അതായത് ഇവിടെ ആൻസർ 5 ആണ് വരിക. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. an inclined plane is bent in such a way that vertical cross section is given by y equals x square by 4. പറഞ്ഞാൽ പാരബോളിക് ആണത്. where y is in vertical and x in horizontal direction if the upper surface of this curved plane is rough with the coefficient of friction mu equal to 0.5, the maximum height in centimeter at which a stationary block will not slip down is. അതിൽ ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് വെച്ചതെന്ന് വിചാരിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതായി വരരുത്. അപ്പോൾ ഇതൊരു ഇൻക്ലൈൻ സർഫസാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇൻക്ലിനേഷൻ കുറവായതുകൊണ്ട് അവിടെ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അത്ര ക്ലിയർ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ മാറ്റി വരച്ചു. ഇതൊരു ഇൻക്ലൈൻ സർഫസ്. അപ്പോൾ വെയിറ്റ് എം ജി ആക്ട് ചെയ്യും, എം ജി കോസ് തീറ്റ എം ജി സൈൻ തീറ്റ, നോർമൽ റിയാക്ഷൻ അങ്ങോട്ട്. അപ്പോൾ ആ നോർമൽ റിയാക്ഷൻ ഈക്വൽ ടു എം ജി കോസ് തീറ്റ എന്ന് വരും. താഴേക്കുള്ള എം ജി സൈൻ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു മ്യൂ എം ജി കോസ് തീറ്റ. അപ്പോൾ അവിടുന്ന് മ്യൂ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് വരും. ആ തീറ്റ പറഞ്ഞാൽ ആ സർഫസ് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ സ്ലോപ്പാണ് ടാൻ തീറ്റ. ഓക്കെ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇവിടെ വെക്കുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ ഈ പാരബോളയുടെ ഇവിടുത്തെ സ്ലോപ്പാണ് ടാൻ തീറ്റ, അവിടുത്തെ സ്ലോപ്പാണ് ടാൻ തീറ്റ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, dy/dx ആണ്. ഓക്കെ. അപ്പോൾ y ഇതാണ്, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ഈക്വൽ ടു dy/dx. ഓക്കെ. അപ്പോൾ 1/4 x സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 2x വരും. ഓക്കെ. അതിൽ ഈ സ്ലോപ്പ് ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ ആണ്. അപ്പോൾ ഇവിടെ മ്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ, 0.5 ആണ്, 0.5. അപ്പോൾ ഇവിടെ എന്താ വരിക എന്നറിയോ, 1/2 x ഈക്വൽ ടു മ്യൂ എത്ര, 1/2. അപ്പോൾ 1/2 x ഈക്വൽ ടു 1/2. അപ്പോൾ x എത്രയാ, 1. ഏത് സമയത്ത് y കാണണോ, ഇതാ എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. നമുക്കിപ്പോൾ വേണ്ടത് x 1 ആകുമ്പോഴുള്ള വൈയുടെ വാല്യൂ ആണ്. അപ്പോൾ x 1 ആകുമ്പോൾ y ഈക്വൽ ടു 1/4 മീറ്റർ വരും.
1/4 മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര സെൻറ്റിമീറ്റർ? 25 സെൻറ്റിമീറ്റർ ആണ്. നമ്മളോട് ചോദിക്കുന്ന ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 25. അതാണ് കറക്റ്റ് ഓപ്ഷൻ. See, the upper half of an inclined plane with inclination phi is perfectly smooth while the lower half is rough. A body starting from rest at the top will again come to rest at the bottom. അതായത് ഇവിടെ സ്മൂത്ത് ആണ്. അപ്പോൾ എം ജി സൈൻ ഫൈ എന്നുള്ള വെയിറ്റിൻ്റെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആക്സിലേഷൻ ജി സൈൻ ഫൈ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെലോസിറ്റി വിയിലേക്ക് കൂടി, പിന്നെ വിന്ന് കുറഞ്ഞ് സീറോയിലേക്ക് വരണം. അപ്പോൾ ഇവിടുന്ന് എത്ര ആക്സിലേഷൻ ഉണ്ടോ അത്രയും ഇവിടെ റിട്ടാർഡേഷൻ ആയിട്ട് വേണം. ഇവിടുത്തെ ആക്സിലേഷൻ പറഞ്ഞാൽ ജി സൈൻ ഫൈ ആണ്. അവിടുന്ന് ഇങ്ങോട്ടുള്ള റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കൂ, മേലോട്ട് മ്യൂ എം ജി കോസ് ഫൈ, താഴോട്ട് എം ജി സൈൻ ഫൈ. അപ്പോൾ റിസൾട്ടൻ റിട്ടാർഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ എം ജി കോസ് ഫൈ മൈനസ് എം ജി സൈൻ ഫൈ. റിസൾട്ടൻ റിട്ടാർഡേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ജി കോസ് ഫൈ മൈനസ് ജി സൈൻ ഫൈ. ദാറ്റ് റിട്ടാർഡേഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദ ആക്സലറേഷൻ ജി സൈൻ ഫൈ. അതായത് മ്യൂ ജി കോസ് ഫൈ മൈനസ് ജി സൈൻ ഫൈ ഈക്വൽ ടു ജി സൈൻ ഫൈ. ഓക്കെ, അപ്പോൾ ഈ മൈനസ് ജി സൈൻ ഫൈ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ 2g സൈൻ ഫൈ ഈക്വൽ ടു മ്യൂ ജി കോസ് ഫൈ വരും. ഓക്കെ, അപ്പം മ്യൂ ഈക്വൽ ടു 2 tan ഫൈ വരും. ഓക്കെ, അപ്പോൾ അതെന്താ ദാറ്റ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? ആൻസർ ഇത് വരും 2 tan ഫൈ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, സാധാരണ അങ്ങനെ ചോദിക്കാത്ത, അതെന്താ അത്യാവശ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായേക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ സോൾവ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.